ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഗണേശൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. രാഹുല് ചെയ്തതിനോടൊന്നും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ന് ട്രംപിന്റെ അസുഖം കൂടിയിരിക്കുക. മഡൂരോ ആരാന്നറിയാമല്ലോ. വെനസ്വേല പ്രസിഡന്റ് മഡൂരോ രാത്രി 12 മണിക്ക് പൊക്കിയെടുത്തു. എന്നിട്ട് ന്യൂയോർക്കിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു. അതുപോലെ രാത്രി 12 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് നടക്കുക. ഇതൊരു ഏകാധിപത്യത്തിന്റെ ശൈലിയാ. ഞാൻ പറയുന്നത് വേട്ടയാടുകൾ പാടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴി പോയി നിയമം ശിക്ഷിക്കട്ടെ, അല്ലാതെ വേട്ടയാട്ടുകൾ നടത്താൻ പാടില്ല. അതാണ് കേരള സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആരെയും വേട്ടയാടാൻ പാടില്ല. അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല. നമുക്കൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്, പരസ്പര ബഹുമാനത്തിന്റെ, പരസ്പര മാന്യതയുടെ, പരസ്പര സഹകരണത്തിന്റെ. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം പിന്തുടരുന്നത് ഒരു വേട്ടയാടലിന്റെ സമീപനമാണ്. ഇന്ന് വീണ്ടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ വേണ്ടി CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു, ഇല്ലേ? CBIയുടെ അന്വേഷണം, ഇല്ലാത്ത കേസുണ്ടാക്കി ആ കേസിൽ ഒരു CBIയുടെ അന്വേഷണം. 1 രൂപ പോലും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് കണ്ട് വിജിലൻസ് തീർക്കാൻ പോകുന്ന കേസിലും CBIയുടെ ശുപാർശ കൊടുത്ത് ഈ കേസിനെ അങ്ങോട്ട് തിരിക്കുവാണ്. ചാണ്ടി ഇതെന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക്ഷേപമാണ്, പിന്നെ കേസാണ്, പരാതിയാണ്, ഒക്കെയാണ്. രാജാവിൻ്റെ സ്വഭാവം ചാണ്ടി എടുത്ത് പറയുന്നുണ്ട്. കാരണം എന്താ? ചാണ്ടിക്ക് അനുഭവമാണ്. തൻ്റെ പിതാവിനെ വേട്ടയാടിയ രാജാവും അടിമകളും, ആ അടിമകൾ അതേ പാതയാണ് പിന്തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ, അല്ലേ? അതേ പാത പിന്തുടരുന്നു. ഉമ്മൻചാണ്ടിയോട് കാണിച്ച അതേ നെറികേടല്ലേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോടും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഹീനമായ പ്രവൃത്തി. എല്ലാ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അധികാരമുണ്ട് എന്നുള്ള ഒരൊറ്റ അഹങ്കാരം കൊണ്ട് എടുത്ത നടപടികൾ, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് സംഭവിക്കുന്നത്. അല്ലെന്ന് പറയാൻ സഖാക്കൾക്ക് സാധിക്കുമോ? ഇപ്പോൾ ഇലക്ട്രോണിക്കലി ഒരു പരാതി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട നടപടികൾ എന്താ? അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന പരാതിക്കാരി അല്ലെങ്കിൽ കാരൻ ആരോമാവട്ടെ അവരുടെ മൊഴി എടുക്കുക എന്നുള്ളതാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത്തരത്തിൽ പീഡന പരാതികൾ അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക, മെഡിക്കൽ പരിശോധന നടത്തുക, ചെക്കപ്പ് നടത്തുക. ഈ 2 കാര്യങ്ങളും ഉണ്ടായതിന് ശേഷം മാത്രമേ കുറ്റാരോപിതനിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ 3ാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പരാതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിക്രമം നടന്നിട്ടുണ്ടോ? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച്, അല്ലേ? ആ പിണറായി വിജയന് നിർദ്ദേശിക്കാനുള്ള എന്തധികാരമാണുള്ളത്? അധികാരം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണെന്നുള്ള അധികാരം. അത് ആ നിർദ്ദേശം നൽകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ്? മുഖ്യമന്ത്രി കസേരയിൽ ഇനി അധിക നാൾ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം പിണറായി വിജയനുണ്ട്. അപ്പോൾ ആ കസേരയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ചവനെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടുകൊണ്ട് ഒരു ആത്മസംതൃപ്തി ഉണ്ടാക്കുക. അടിമകളുടെ മുമ്പിൽ ഞാൻ ഹീറോയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതിനപ്പുറം മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ്? തെരഞ്ഞെടുപ്പിലെ ഈ അറസ്റ്റ് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ആ കണക്ക് കൂട്ടൽ എല്ലാ അർത്ഥത്തിലും പാളി. ഈ അറസ്റ്റോട് കൂടി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ്, അനീതിയാണ്, അക്രമമാണ് രാഹുലിനോട് കാണിച്ചത് എന്നുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി. പൊതുസമൂഹത്തിലുള്ള സ്ത്രീ സമൂഹങ്ങൾ, സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അതും മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇതിനെതിരെ രംഗത്ത് വരാനും ശബ്ദിക്കാനും ശബ്ദമുയർത്താനും തുടങ്ങി. തിരിച്ചടിയാണ് എന്ന് സഖാക്കൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി.
അപ്പോഴാണ് വി ഡി സതീശനെ ഒരു CBI അന്വേഷണം കൊണ്ടുവന്നത്. രാവിലെ കൊണ്ടുവന്നു, വൈകുന്നേരമായപ്പോൾ മൂഞ്ചി. അടുത്ത ഘട്ടമെന്താ? അടുത്ത ഘട്ടമെന്ന് പറയുന്നത് വി ഡി സതീശനെതിരെ ഒരു പടയൊരുക്കം. കാരണം മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശനാണ് എന്നുള്ളത് ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താ അടുത്ത പരിപാടി? വി ഡി സതീശനെതിരെ ഒരു വലിയ പടയൊരുക്കം. എന്താ പടയൊരുക്കം? വി ഡി സതീശനെതിരെ ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയെയും NSSന്റെ നേതാവ് സുകുമാരൻ നായരെയും കൂട്ടുപിടിച്ച് വി ഡി സതീശനെ ആക്രമിക്കാനുള്ള പരിപാടി. ഇതാരാ മോൻ? വി ഡി സതീശനാ. ഒരു പൊടിക്കടങ്ങിയില്ല. ആരെപ്പോലെ? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ. കസ്റ്റഡിയിലും ജയിലിലും കഴിയുമ്പോഴും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നേരിടാനുള്ളതിനെ നിയമപരമായി നേരിടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി അയാൾ ഉറച്ചു നിൽക്കുന്നത് പോലെ വി ഡി സതീശനോടാണ് കളി. നിലപാടുകളുടെ രാജകുമാരൻ അല്ലേ? പറഞ്ഞ വാക്കിൽ വെള്ളം ചേർക്കാത്ത വി ഡി സതീശൻ. ആ വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒക്കെ നിർത്തി വി ഡി സതീശനെ നേരിടാമെന്ന് കരുതിയവർക്ക് വീണ്ടും തെറ്റി. ആഞ്ഞടിക്കുകയാ വി ഡി സതീശൻ, തരംഗമാവുകയാ കേരളത്തിൽ. ഇപ്പം ഇന്നൊരു സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയനേക്കാളും ജനങ്ങൾക്ക് സ്വീകാര്യത വി ഡി സതീശനെയാ, പ്രതിപക്ഷ നേതാവിനെയാണെന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. എന്തുകൊണ്ടാ? നിലപാടാണ്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നട്ടല് വാഴപ്പിണ്ടിയല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആർജവമുള്ള നെഞ്ചും വിരിച്ചുള്ള നിലപാട്. തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കാളേറെ തനിക്ക് തന്റെ നിലപാടുകളാണ് മുഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് നേരിടാൻ ഇറങ്ങിത്തിരിക്കുകയാ വി ഡി സതീശൻ. അപ്പോൾ വിജയൻ ആദ്യം തോറ്റത് രാഹുലിൻ്റെ അറസ്റ്റോടുകൂടി രാഹുലിൻ്റെ മുന്നിൽ തോറ്റു. രണ്ടാമത് വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടത് വി ഡി സതീശനെയാ. വി ഡി സതീശൻ്റെ മുന്നിലും വിജയം തോറ്റു. എല്ലാ അർത്ഥത്തിലും തോൽവികൾ മാത്രം ഇരന്ന് വാങ്ങാൻ ബാക്കിയായ ജന്മമായിട്ട് തൈക്കണ്ടി വിജയൻ മാറുകയാ. അതല്ലെങ്കിലും വിജയൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി തോറ്റതാണ്. ജനം കാർക്കിച്ചു തുപ്പിയതാണ് ഈ വിജയന്റെ മുഖത്ത്. സാങ്കേതികത്വം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ആ കസേരയിൽ തുടർന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ബാക്കിയില്ല. ജനം മാറ്റിയിറക്കിയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നത്തെ ഒരു 6 ദിവസം, 7 ദിവസം, 10 ദിവസം, അതല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ ഒരു മാസക്കാലം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. കേരളത്തിൻ്റെ മാധ്യമങ്ങളിൽ, കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഒക്കെ എന്തായിരുന്നു ചർച്ച? രാഹുൽ മാങ്കൂട്ടമായിരുന്നു ചർച്ച. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് 8 നിലയിൽ സഖാക്കൾ പൊട്ടി. രാഹുൽ മാങ്കൂട്ടം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടും അത് വോട്ടാക്കി മാറ്റാൻ സഖാക്കൾക്ക് കഴിഞ്ഞില്ല. എന്തേ കാര്യം? ജനം അതല്ല ആഗ്രഹിക്കുന്നത്. ഗർഭവും അവിഹിതവും വ്യഭിചാരവും വേശ്യാവൃത്തിയും ഈ പറയുന്ന ഗർഭവും ഗർഭഛിദ്രവും ഭ്രൂണവും ഭ്രൂണഹത്യയും ഇതൊന്നുമല്ല ജനങ്ങളുടെ വിഷയം. ജനങ്ങളുടെ വിഷയം തങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ആളുകളുടെ നട്ടെല്ലാണ് വിഷയം. RSSന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന പിണറായി വിജയൻ, വർഗീയ കോമരങ്ങളെ കാറിൽ കയറ്റി അവരെ പാലൂട്ടി വളർത്തി തൊട്ടു തലോടുന്ന പിണറായി വിജയൻ, ഈ ജനങ്ങളെ ചിത്രതയുണ്ടാക്കി അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വിത്തുപാകാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ. ഇതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്തത് എന്നുള്ളതാ. ചർച്ച ചെയ്തപ്പോൾ ജനം മാറ്റിയിറക്കി പിണറായി വിജയനെ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ അതിലൂടെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാമെന്ന് ഒരേകാധിപതിയെപ്പോലെ, ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ കുഴലൂത്തുകാർ പറയുന്നത് കേട്ടിട്ട് വിജയൻ നിർദ്ദേശം നൽകി. അറസ്റ്റോടുകൂടി ജനം തിരിഞ്ഞു. മുഖ്യധാരയിലുള്ള ആളുകൾ വന്ന് പ്രതികരിക്കാൻ തുടങ്ങി. സ്ത്രീ സമൂഹം പ്രതികരിക്കാൻ തുടങ്ങി. രാഹുലിനോട് കാണിച്ചത് അക്രമമാണ്, വേട്ടയാടലാണ്, അനീതിയാണ് എന്ന് ജനം ഉറക്കെ പറയാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെയായി. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ഡൽഹിയിലിരിക്കുകയായിരുന്നു. അഖിലേന്ത്യാ സെക്രട്ടറിയെ രാജാവ് വിളിച്ചു വരുത്തി. അഖിലേന്ത്യാ സെക്രട്ടറി ആണോ വലുത്, രാജാവാണോ വലുത് എന്ന് ചോദിച്ചാൽ രാജാവാണ്. രാജാവ് അഖിലേന്ത്യാ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി. വാ കേരളത്തിലേക്ക്. ബംഗാളിലെ അടിമകള് കേരളത്തിൽ വന്നിട്ട് പാത്രം കഴുകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വണ്ടി കയറിക്കോ, കേരളത്തിൻ്റെ വീടുകൾ കയറി ഇറങ്ങി പാത്രം കഴുകിക്കോ എന്ന് അടിമകളോട് പറഞ്ഞു രാജാവ്. ആ അടിമകളുടെ മൂത്ത അടിമയാണ് ഈ അഖിലേന്ത്യാ സെക്രട്ടറി. അല്ലേ? രാജാവ് ചെയ്യുന്നതൊന്നും ഈ അഖിലേന്ത്യാ സെക്രട്ടറി അറിയാറുണ്ടോ?
PM ശ്രീയിൽ ഒപ്പിട്ടത് അഖിലേന്ത്യാ സെക്രട്ടറി എപ്പോഴാണ് അറിയുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നാവെടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരിക ഒപ്പിട്ട് കഴിഞ്ഞു എന്ന്. എവിടെയും ചർച്ചയുണ്ടായില്ല. ആ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, രാജഭരണം അത് പാർട്ടിക്കകത്തും പുറത്തും കേരളത്തിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഒരു ഗതികേടെ, പേരിനൊരു അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട്. പാർട്ടി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടി വേറെ എവിടെയും ഇല്ല. പാർട്ടി ആകെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. പക്ഷേ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പാത്രം കഴിവേണ്ട ഗതികേട്. എന്നിട്ട് ഈ രാജാവിൻ്റെ അടിമകൾ അത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കും. വലിയ മാതൃകാപരമായ പ്രവർത്തനം എന്നുള്ള രീതിയിൽ. എന്തൊരു ഗതികേടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളെ വെല്ലുവിളിക്കുക അല്ലേ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച അധികാരം നൽകിയ ജനങ്ങളെ വെല്ലുവിളിക്കുക. PM ശ്രീയിൽ പോയി ഒപ്പിടുക, ലേബർ കോഡിൽ ഒപ്പിടുക. RSSൻ്റെ അജണ്ടകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം RSSനെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതാ. ആ RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഏജൻ്റായിട്ട് പിണറായി വിജയൻ മാറുക. ഇതിലും വലിയ വെല്ലുവിളി എന്താ ഉള്ളത്? ജനങ്ങളാണ് അധികാരം നൽകിയത് എന്നുള്ള തിരിച്ചറിവെങ്കിലും വേണ്ടേ? ആ ജനം ആഗ്രഹിക്കുന്നതിന് വിപരീതമായി എല്ലാം ചെയ്യുക. മക്കളായ വീണയെയും വിവേകിനെയും രക്ഷിക്കാൻ വേണ്ടി RSSൻ്റെ കാല് നക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റിംഗാ. ആ അവസരം എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. രാഹുലിനോട് ചെയ്തതും ജനത്തിനോട് ചെയ്തതിനുമൊക്കെ പകരം ചോദിക്കാനുള്ള അവസരം. ആ അവസരം ജനം മാക്സിമം മുതലാക്കുമെന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ ഒരു തർക്കവും വേണ്ട.